Hello students, നാലാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ ഈസിയാണ്. ആനുവൽ എക്സാമിന് ഒറ്റ ക്വസ്റ്റ്യനാണ് എക്സാമിന് വരാറുള്ളത്, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, അതായത് പെർട്ടിക്കുലറിൽ നിന്ന് ജനറൽ കേസിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് ഏത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ മാത്തമാറ്റിക്കൽ റിസൾട്ട്സ്, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രിൻസിപ്പിൾ ഓഫ് അതിനുപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും നാച്ചുറൽ നമ്പർ n ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രൊസീജിയർ ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒറ്റ കൺസെപ്റ്റ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ, അത് വെച്ചിട്ടാണ് ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3-4 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ശ്രദ്ധിക്കുക. ഫസ്റ്റ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് P of n എന്ന് പേര് കൊടുക്കുക. ഓക്കെ, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് P of n എന്നുള്ള പേര് കൊടുക്കുക. രണ്ടാമത് നമ്മൾ n-ന് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് P of 1 കാണാം. P of 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. P of 1 ട്രൂ ആണെങ്കിൽ P of 1 ഈസ് ട്രൂ എന്ന് എഴുതുക. ദെൻ നമ്മൾ n-ന് പകരം k കൊടുക്കുക, അത് അസ്യൂം ചെയ്യാണ്. അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യാണ്, n-ന് പകരം k കൊടുത്തിട്ട് അത് അസ്യൂം ചെയ്യുകയാണ്, അത് സങ്കല്പിക്കുകയാണ് P of k ട്രൂ ആണെന്ന്. എന്നിട്ട് നമ്മൾ തെളിയിക്കുന്നത് ടു പ്രൂവ് ദാറ്റ് P of k plus 1 ഈസ് ട്രൂ. നമ്മൾ പിന്നെ തെളിയിക്കുന്നത് എന്താണ്? P of k plus 1 ഈസ് ട്രൂ ആണെന്ന് തെളിയിക്കുകയാണ്. അതും കൂടെ ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? തന്നിട്ടുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് P of n ട്രൂ ആണ് ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ എല്ലാ ടൈപ്സ് പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പ്രൂവ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 1 + 3 + 5 + etc. + 2n-1 = n². സെപ്റ്റംബർ 2010 ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രൂവ് ചെയ്യാൻ ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ നമുക്ക് PMI എന്ന് വേണമെങ്കിൽ എഴുതാം. PMI ദാറ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതാണ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, 1 + 3 + 5 + etc. + 2n-1 = n². ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്കിതിനൊരു പേര് കൊടുക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് P of n എന്നുള്ള പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കൊരു പേര് കൊടുക്കാം. എന്താ കൊടുക്കുക? നമ്മൾ P of n തന്നിട്ടുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പേര് കൊടുത്തു. എന്താ? P of n എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു അല്ല, 2 കുത്തിട്ടാൽ മതി. P of n എന്ന് പറയുന്നത് 1 + 3 + 5 + etc. + 2n-1 = n². അപ്പം നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തു, P of n കൊടുത്തു. ഇനി n-ന് 1 കൊടുത്തിട്ട് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കുറേ സ്റ്റെപ്സ് ഇങ്ങനെ വലിച്ചു നീട്ടരുത്, നേരിട്ട് n-ന് 1 കൊടുക്കുക. P of 1 n-ന് 1 കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം n ടേംസ് ആണിത് അല്ലേ? ഇത് n ടേംസ് ആണ്. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ ഒരു ടേമേ വരുള്ളൂ. ഏത് മാത്രം? ആദ്യത്തെ ടേം. അതാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ, 1 = അല്ലേ? ഇവിടെ P of n ആയതുകൊണ്ടാണ് ഇത്രയും ടേംസ്. P of 1 ആണെങ്കിൽ ഒറ്റ ടേം, ഫസ്റ്റ് ടേം മാത്രം. 1 = റൈറ്റ് സൈഡോ n-ന് 1 കൊടുക്കുക 1². നമുക്കറിയാലോ 1 = 1² തന്നെയാണല്ലോ. therefore നമുക്ക് എന്തെഴുതാം? വിച്ച് ഈസ് ട്രൂ. ഇതാണ് 1 മാർക്കിൻ്റെ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് സെക്ഷനാണ് 3 മാർക്കിൻ്റെത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക.
നമ്മൾ അടുത്ത സെക്ഷൻ അസ്യൂം ചെയ്യാണ്. എന്ത്? പി ഓഫ് കെ ഈസ് 2. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്തു, സങ്കല്പിച്ചു. എന്ത്? പി ഓഫ് കെ ട്രൂ ആണ്. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നിന് പകരം കെ കൊടുക്കണം, അല്ലേ? ദാറ്റ് ഈസ് പി ഓഫ് കെ എന്ന് പറയുന്നത് 1 + 3 + 5 + എക്സെട്ര പ്ലസ് എന്നിൻ്റെ പ്ലേസിലൊക്കെ കെ കൊടുക്കുക, റീപ്ലേസ് ചെയ്യുക. അപ്പം എന്ത് വരും? 2k - 1 = റൈറ്റ് സൈഡ് എന്നിന് പകരം കെ സ്ക്വയർ. അപ്പം എന്തായി? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് 2, ദാറ്റ് ഈസ് പി ഓഫ് കെ എന്ന് പറയുന്നത് 1 + 3 + 5 + എക്സെട്ര 2k - 1 = k സ്ക്വയർ. അത് നമ്മൾ സങ്കല്പിച്ചു, അത് ശരിയാണെന്ന്. ഇനി നമ്മൾ ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് 2. ഇനി നമ്മൾ തെളിയിക്കേണ്ടത് എന്താ? പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. കെക്ക് പകരം എന്താ കൊടുക്കണ്ടേ? കെ + 1. ഇതാ, അപ്പോൾ പി ഓഫ് കെ + 1 എന്ന് പറയുന്നത് 1 + 3 + 5 + എക്സെട്ര പ്ലസ് നിങ്ങൾക്കറിയാം എത്രയും ടേം, അതായത് ഇത്രയും ടേം നിങ്ങൾക്കറിയാം പി ഓഫ് കെൻ്റെ ടേംസ് ആണ്. അപ്പോൾ പി ഓഫ് കെ + 1 എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു ടേമും കൂടെ വരില്ലേ? പി ഓഫ് കെ കഴിഞ്ഞിട്ടല്ലേ കെ + 1. അപ്പോൾ അത്രയും ടേംസ് ഞാൻ ആൾറെഡി എഴുതിയതാ. പി ഓഫ് കെ + 1 എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടി വരൂലേ? ആ ടേം ഏതാ? പി ഓഫ് കെ + 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് കെൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത്രയും ടേംസ് ഞാൻ എഴുതി. മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ പ്ലസ് ചേർത്ത് വരും. എങ്ങനെയാണ് ആ ടേം കണ്ടുപിടിക്കുക? ഈ കെക്ക് പകരം എന്ത് കൊടുത്താൽ മതി? കെ + 1 കൊടുത്താൽ മതി. അപ്പോൾ അതാ 2 × ഒരു ടേം ആഡ് ചെയ്ത് എഴുതി. 2 × അടുത്തതിൻ്റെ നെക്സ്റ്റ് ടേം എന്താ വരിക? 2 × ബ്രാക്കറ്റിൽ കെക്ക് പകരം കെ + 1 - 1. മനസ്സിലായല്ലോ? അതായത് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇവിടെ 2k + 1 ആണ്, 2k - 1 ആണുള്ളത്. അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × k + 1 - 1 എഴുതി. ലെഫ്റ്റ് സൈഡ് മാത്രമേ എഴുതി വെച്ചുള്ളൂ. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഇത്രയും ടേംസിൻ്റെ സമ്മ് എന്താണെന്ന് തെളിയിക്കണം. തെളിയിക്കണം? ആൻസർ നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം. ഇത് കെ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ പി ഓഫ് കെ + 1 എന്തായിരിക്കണം? കെ + 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. അതാണ് ആൻസർ. അപ്പോൾ ഇതെപ്പോഴും ആൻസർ നിങ്ങൾ സൈഡിൽ അവിടെ അങ്ങനെ എവിടെയെങ്കിലും സൈഡിൽ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ആൻസർ കിട്ടേണ്ടത് എന്താണ്? കെ + 1 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് കെ + 1 ഈസ് 2 എന്ന് എഴുതാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ശ്രമം. അതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തു ലെഫ്റ്റ് സൈഡ്, അല്ലേ? കെ + 1 ടേംസ് 2k 1 + 3 + 5 + എക്സെട്ര പ്ലസ് 2k - 1 പ്ലസ് 2 × k + 1 - 1. ശരിയല്ലേ? ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇത്രയും ടേംസിൻ്റെ സമ്മ് നിങ്ങൾ ആൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് ട്രൂ ആണെന്ന്. പി ഓഫ് കെ ൻ്റെ ലെഫ്റ്റ് സൈഡല്ലേ? അതേ നോക്കിയേതാ, പി ഓഫ് കെൻ്റെ ലെഫ്റ്റ് സൈഡാണ് അത്രയും ടേംസിൻ്റെ സമ്മ്. ഇത് ആൾറെഡി ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതിനോട് ഈക്വൽ ആണ് ഏത്? കെ സ്ക്വയർ, അല്ലേ? അതിനോട് ഈക്വൽ ആണ് ഏത്? കെ സ്ക്വയർ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കെ സ്ക്വയർ, അല്ലേ? നമ്മൾ അതിന് പകരം കെ സ്ക്വയർ കൊടുത്തു. കെ സ്ക്വയർ പ്ലസ് ഇത് പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. 2 × k 2k, 2 × 1 2 - 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടതെന്ന് നിങ്ങളെ മനസ്സിൽ വേണം. എന്താ കിട്ടേണ്ടത്? കെ + 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2k + 2 - 1 സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് കെ സ്ക്വയർ പ്ലസ് 2k 2 - 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 വരും. കെ സ്ക്വയർ പ്ലസ് 2k + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കെ + 1 ഹോൾ സ്ക്വയർ അല്ലേ? കെ സ്ക്വയർ പ്ലസ് 2k + 1 അല്ലേ? ഗുണിച്ചാൽ 1ഉം ആഡ് ചെയ്താൽ 2ഉം കിട്ടണമെങ്കിൽ കെ + 1 ഹോൾ സ്ക്വയർ അല്ലേ? അതിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ മേലത്തത്? ദെർഫോർ ആൻസർ കിട്ടിയില്ലേ? കെ + 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് എഴുതാം? പി ഓഫ് കെ + 1 ഈസ് 2. ഹെൻസ് പി ഓഫ് n ഈസ് 2 ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n.
ഓക്കെ, ക്ലിയർ? അടുത്ത പ്രോബ്ലം രണ്ടാമത്തെ. പ്രൂവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 2 plus 2 square plus 2 cube plus etc. 2 raised to n plus 2 raised to n equal to 2 into 2 raised to n minus 1. മാർച്ച് 2009 ചോദിച്ചതാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? PMI ഉപയോഗിച്ച്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഈ ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിസൾട്ടിന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? തന്നിട്ടുള്ള മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കണം. ഇതാ P of n കൊടുത്തു. 2 plus 2 square plus etc. 2 raised to n equal to 2 into 2 raised to n minus 1 കൊടുത്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? n equal to 1 ആവുമ്പോൾ റിസൾട്ട് ട്രൂ ആണോ എന്ന് തെളിയിക്കണം അല്ലേ? അപ്പോൾ P of 1 കാണണം. n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഒറ്റ ടേമേ വരുള്ളൂ. അതേതാ വരിക? 2. ലെഫ്റ്റ് സൈഡ് 2 ഈക്വൽ ടു റൈറ്റ് സൈഡോ 2 into 2 raised to 1 minus 1. That 2 into 2 raised to 1 minus 1. That implies that 2 equal to 2 raised to 1 ആണ് 2. 2 minus 1 എന്ന് പറഞ്ഞാൽ again 1. 2 into 1 എന്ന് പറഞ്ഞാൽ 2. Therefore 2 equal to 2 which is true. ശരിയല്ലേ? അടുത്തത്. അപ്പോൾ P of 1 ട്രൂ ആയി. അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താ? P of k ട്രൂ ആണ്. ദാറ്റ് ഈസ് നമ്മൾ എന്നിന് പകരം k കൊടുക്കുക. P of k 2 plus 2 square plus etc. 2 raised to k equal to 2 into 2 raised to k minus 1. നമ്മളത് അസ്യൂം ചെയ്തു. അത് ആ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഏത്? P of k അല്ലേ? നമുക്ക് അടുത്തത് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is 2. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? P of k plus 1 is 2. For that we consider LHS only. ഓക്കെ, അത് LHS മാത്രമേ എടുക്കാവൂ. നമുക്ക് RHS തെളിയിക്കാനുള്ളതാണ്. LHS പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ്? P of k നമുക്കറിയാം. P of k plus 1 എന്ത് ചെയ്താൽ മതി? കെക്ക് പകരം k plus 1 കൊടുത്താൽ പോരെ? 2 plus 2 square plus etc. plus 2. നിങ്ങൾക്കറിയാം P of k എന്ന് പറഞ്ഞാൽ P of k കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ വരും. ഏതിലെ? P of k plus 1. Therefore ഇത് മൊത്തം എഴുതി 2 plus 2 square plus etc. plus 2 raised to k പ്ലസ് ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് വരും. കാരണം P of k plus 1 ആണ്. അപ്പോൾ ആ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയിട്ടാണ് അത് കണ്ടുപിടിക്കുക. ഇത് 2 raised to k ആണെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കും? 2 raised to k plus 1 ആയിരിക്കും അല്ലേ? 2 raised to k plus 1 ആയിരിക്കും. ഈക്വൽ ടു നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് കിട്ടേണ്ട ആൻസർ നിങ്ങളെ മനസ്സിൽ വേണം. നിങ്ങൾക്ക് എന്താണ് റൈറ്റ് സൈഡ് കിട്ടേണ്ടത്? നമുക്ക് എന്താ കിട്ടേണ്ടത് ആൻസർ? ജസ്റ്റ് ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടുക. ഇത് അതായത് ഇത് P of k ആണ്. P of k plus 1. അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് വരണം? 2 into 2 raised to kക്ക് പകരം k plus 1 ആയാൽ പോരെ? k plus 1 minus 1. 2 raised to 2 into 2 raised to k plus 1 minus 1 എന്ന് നമുക്ക് ആൻസർ കിട്ടണം. ഏത്? ഇത് സിംപ്ലിഫൈ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസിൻ്റെ സമ്മ് നമ്മൾ ഓൾറെഡി ട്രൂ ആണ്. മീൻസ് നമ്മൾ P of k അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇത് ട്രൂ ആണ്. ഇതിൻ്റെ സമ്മ് ഏതിനോട് ഈക്വൽ ആണ്? 2 into 2 raised to k minus 1 ഈക്വൽ ആണ്. Therefore ആ ബ്രാക്കറ്റിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? അത് കൊടുക്കാം. 2 into 2 raised to k minus 1. 2 into 2 raised to k minus 1 എന്ന് കൊടുത്തു. പ്ലസ് അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യേണ്ടത്? 2 raised to k plus 1 ആഡ് ചെയ്യണം. അതും എഴുതി. ഇനി നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? സിംപ്ലിഫൈ ചെയ്താൽ കിട്ടേണ്ടത് അതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ നിങ്ങളുടെ മനസ്സിലെപ്പോഴും വേണം. അപ്പം നമുക്ക് ഗുണിക്കാം. 2 into 2 raised to k minus 2 into 1 minus 2 plus 2 raised to k plus 1 അതുപോലെ എഴുതി. നെക്സ്റ്റ് 2 into 2 raised to k എന്ന് പറഞ്ഞാൽ എന്താ വരിക? നിങ്ങൾക്കറിയാം 2 raised to m into 2 raised to n. എങ്ങനെ ചെയ്യുക? ഈ കോഎഫിഷ്യൻസ് സെയിം ആയി കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ ഇൻറ്റു ആണ് ഇടയിലെങ്കിൽ കൂട്ടിയാൽ പോരെ? 2 raised to m plus n. എന്താണ്? 2 raised to അല്ലെങ്കിൽ x raised to m into x raised to n equal to എന്താണ്? x raised to m plus n. ഈ എക്സുകൾ ഇത് കോഎഫിഷ്യൻസ് സെയിം ആയി കഴിഞ്ഞാൽ അപ്പോൾ 2 raised to, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇത് 2 raised to 1 ആണ്. 2 into 2 raised to k എന്നാ വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 plus k അല്ലെങ്കിൽ k plus 1. 2 raised to k plus 1 minus 2
പ്ലസ് 2 റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതൊരു 2 റേസ് ടു കെ പ്ലസ് 1 ആണ്. ഇവിടെയും ഒരു 2 റേസ് ടു കെ പ്ലസ് 1 ആണ്. അപ്പോൾ പലരും ചെയ്യും 2 റേസ് ടു കെ പ്ലസ് 1ഉം 2 റേസ് ടു കെ പ്ലസ് 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നേരിട്ടാണ് കൂട്ടും. അങ്ങനെ ഒരിക്കലും കൂട്ടരുത്. നമ്മൾ ഇത് 1 ടൈം 2 റേസ് ടു കെ പ്ലസ് 1 ആണ്, ഇത് 1 ടൈം 2 റേസ് ടു കെ പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യമായി അല്ലേ? 2 പ്രാവശ്യമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതുക? 2 ടൈംസ് 2 റേസ് ടു കെ പ്ലസ് 1 എഴുതുക. എങ്ങനെ എഴുതുക? അതാ ഇൻറ്റു ആക്കിയിട്ട് എഴുതുക കേട്ടോ. 2 ടൈംസ് എങ്ങനെ എഴുതുക? അതിൻ്റെ കൂടെ കൂട്ടരുത്. 2 ടൈംസ് 2 റേസ് ടു കെ പ്ലസ് 1. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക. 2 റേസ് ടു എക്സ് എ പ്ലസ് 2 റേസ് ടു എക്സ് എങ്ങനെ കൂട്ടുക? ഇതും ഒരു പ്രാവശ്യം 2 റേസ് ടു എക്സ് ആണ്, ഇതും ഒരു പ്രാവശ്യം 2 റേസ് ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് 2 റേസ് ടു എക്സ് എന്നാണ് വരിക. ഓക്കെ, 2 ടൈംസ് 2 റേസ് ടു എക്സ് എന്നാണ് പറയുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ വന്നത്? 2 ടൈംസ് 2 റേസ് ടു കെ പ്ലസ് 1. പിന്നെ -2 അതുപോലെ എഴുതി, -2 അതുപോലെ എഴുതി. 2 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 വീണ്ടും കോഎഫിഷ്യന്റ് സെയിം ആയി കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ കൂട്ടേണ്ട ആവശ്യമല്ല. ഇവിടെ 2 റേസ് ടു 1 തന്നെയാണ്. ബട്ട് ആൻസർ ഒന്ന് നോക്കിയേ, 2 ടൈംസ് 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അതേതാ? 2 ആണ്. ആ 2 പുറത്തെടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 അല്ലേ? 2 പുറത്തെടുത്താൽ ഇവിടെ 2 റേസ് ടു കെ പ്ലസ് 1 വരും. ഇവിടെ 2 പുറത്തെടുത്താൽ -1 വരും. ആൻസർ ആയില്ലേ? ഇതന്നെയല്ലേ ആൻസർ? 2 ടൈംസ് 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. Okay, that implies that P of k plus 1 is 2. Hence, by PMI, P of n is 2 for all natural number n. Okay, clear? മൂന്നാമത്തെ പ്രോബ്ലം. Prove by the principle of mathematical induction that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 whole divided by 2. ഇത് സേ 2020 ഇപ്പോൾ കഴിഞ്ഞ സേ എക്സാമിന് അതുപോലെ തന്നെ മാർച്ച് 2018 ചോദിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു റിസൾട്ട് 1 plus 3 plus 3 square plus etc. 3 raised to n minus 1 എന്ന് പറയുന്നത് 3 raised to n minus 1 whole divided by 2നോട് ഈക്വൽ ആണ്. അത് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പി ഓഫ് എൻ കൊടുക്കുന്നു. നമ്മൾ ആ റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് കൊടുക്കുന്നു. 1 plus 3 plus P of n 1 plus 3 plus etc. 3 raised to n minus 1 equal to 3 raised to n minus 1 whole divided by 2 കൊടുത്തു. ഇനി നമുക്ക് n equal to 1 ട്രൂ ആണോ എന്ന് നോക്കണം. അതിന് n-ന് 1 കൊടുത്തു. P of 1 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റ ടേമേ വരുള്ളൂ. ആദ്യത്തെ ടേം 1 equal to റൈറ്റ് സൈഡ് എന്താ വരിക? 3 raised to 1 3 raised to 1 minus 1 whole divided by 2 അല്ലേ? that is 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 minus 1 എന്ന് പറഞ്ഞാൽ 2 by 2 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? therefore 1 equal to 1 which is 2. അപ്പോൾ P of 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യണം ഏത്? P of k ട്രൂ ആണെന്ന്. assume that P of k is true. that is P of k കൊടുക്കുക. n-ന് പകരം k കൊടുക്കുക. P of k എന്ന് പറയുന്നത് എന്ത് വരും? 1 plus 3 plus etc. 3 raised to n-ന് പകരം k 3 raised to k minus 1 equal to 3 raised to k minus 1 whole divided by 2. അപ്പോൾ P of kയും നമ്മൾ ട്രൂ ആണ് നമ്മൾ സങ്കല്പിച്ചു. ഇനി ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് P of k plus 1ൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുന്നു അല്ലേ? നമ്മൾ ആ മാത്തമെറ്റിക്കൽ റിസൾട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് P of k plus 1 എന്ന് പറയുന്നത് kക്ക് പകരം എന്താ കൊടുക്കണ്ടേ? k plus 1
അപ്പോൾ എങ്ങനെ വരിക 1 + 3 + etc. 3⁻k - 1 ആൾറെഡി വരും. കാരണം p of k + 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, p of k കഴിഞ്ഞിട്ടല്ലേ k + 1, ഒരു ടേം കൂടെ ഏറെ വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുവരെ നമ്മുടെ p of kൻ്റെ ലെഫ്റ്റ് ആണ് അല്ലേ, ശരിയല്ലേ? അതിൻ്റെ കൂടെ ഒന്നും കൂടെ വരും, കാരണം p of k + 1 ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഇതിലെ kക്ക് പകരം എന്ത് കൊടുത്താൽ മതി, k + 1 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, 3⁻k + 1 - 1. ഓക്കെ, ഈ രണ്ട് ടേംസും കൂടെ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, ആൻസർ കിട്ടണം. അപ്പം ആൻസർ എന്താ കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു ധാരണ വേണം. ഏതാണ് ആൻസർ കിട്ടേണ്ടത്, എങ്ങനെയാണത് നോക്കുക? p of kൻ്റെ റൈറ്റ് സൈഡ് നോക്കിയിട്ട് 3⁻k - 1 / 2 ആണ് p of kൻ്റെ റൈറ്റ്. അപ്പോൾ p of k + 1ൻ്റെ റൈറ്റ് എന്തായിരിക്കും, kക്ക് പകരം എന്ത് കൊടുത്താൽ മതി, k + 1 - 1/2. ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ, അതായത് നമ്മളിത് കാൽക്കുലേറ്റ് ഈ രണ്ട് ടേംസ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ സം ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് അതാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ധാരണ വേണം. നിങ്ങൾ ഇവിടെ തന്നെ എഴുതി വെക്കരുത്, അത് എവിടെയെങ്കിലും ഒളിച്ച് എഴുതി വെക്കുക. എന്നിട്ട് ഇത്രയും ടേംസിൻ്റെ സമ്മ് നമുക്ക് ആൾറെഡി അറിയാം, നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഈ ഒരു ടേംസിൻ്റെ സം ഏതിനോട് ഈക്വൽ ആണ്, 3⁻k - 1 / 2 ഈക്വലാണ്. അപ്പോൾ ഇത്രയും ടേംസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 3⁻k - 1 / 2 എന്ന് കൊടുത്തു. പ്ലസ് അടുത്ത ടേം 3⁻k + 1 - 1 എന്ന് പറഞ്ഞാൽ 1 - 1 0 ആയി. അവിടെ ബാക്കി എന്തേ ഉള്ളൂ, 3⁻k, അതും എഴുതി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടണം, ഏത്, 3⁻k + 1 - 1 / 2 എന്ന് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 3⁻k / 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം a - b/c എന്ന് പറഞ്ഞാൽ എന്താ, a/c - b/c ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 3⁻k / 2 - 1/2 ഇത് സ്പ്ലിറ്റ് ചെയ്താൽ പ്ലസ് 3⁻k അല്ലേ. ഇത്രയും ടേംസ് നമുക്ക് 3 ടേമായി മാറി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു 3⁻k / 2 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 3⁻k ഉണ്ട്. ഇത് രണ്ട് ടേമിൽ ഇതിലും 3⁻k ഉണ്ട്, ഇതിലും എന്തുണ്ട്, 3⁻k ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് 3⁻k പുറത്തെടുക്കുക, ഇതിൽ നിന്നും. അപ്പം അതാ 3⁻k പുറത്തെടുത്തു. ബാക്കി എന്താ വരിക, ഇവിടെ 1/2 അല്ലേ വരിക. ഇവിടെ 3⁻k പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക, 1/2 അല്ലേ. 3⁻k × 1/2 ആണ് 3⁻k / 2. അപ്പോൾ 3⁻k പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരിക എന്താണ്, 1/2 വരും. ഇതിൽ നിന്നും 3⁻k എടുത്ത് അവിടെ 1 അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, കാരണം 3⁻k × 1 അല്ലേ 3⁻k. അപ്പോൾ 3⁻k പുറത്തെടുത്താൽ അവിടെ എന്തേ വരുള്ളൂ, 1 വരുള്ളൂ. +1 ആണ് ചിഹ്നം, +1. ഈ -1/2 അങ്ങോട്ട് മാറ്റി എഴുതിയതാ, -1/2 അതുപോലെ എഴുതി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ 1/2 + 1 നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ എന്താവും, മാറും, 3/2 ആയി മാറും അല്ലേ. 1 × 1 1 + 2/2 വരും, ദാറ്റ് ഈസ് 3/2. അപ്പോൾ 3⁻k × എന്ത് വരും, 3/2 വരും. അത് -1/2. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം 3⁻k × 3/2 - 1/2 ഇത് രണ്ട് ടേമായി മാറി അല്ലേ. ഇത് രണ്ടിലും എന്തുണ്ട്, 1/2 ഉണ്ട് അല്ലേ, 1/2 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പം നമുക്ക് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. അപ്പം നമുക്ക് നേരിട്ട് എഴുതാം 3⁻k × ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇതൊരു റാഷണൽ നമ്പർ, ഇതിനെയും റാഷണൽ നമ്പർ ആകുമ്പോൾ ന്യൂമറേറ്റർ ഗുണിക്കുക, ഡിനോമിനേറ്റർ ഗുണിക്കുക. അപ്പം 3⁻k × 3 ആയി മാറും അല്ലേ. -1 കാരണം രണ്ടിലും ഒരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പം നേരിട്ട് നമുക്ക് ന്യൂമറേറ്ററുകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പം എന്ത് വരും, 3⁻k × 3 - 1 ഓക്കെ. 3⁻k × 3 ഇപ്പം നിങ്ങൾ പഠിച്ചു നേരത്തെ, 3⁻k + 1 എഴുതാം അല്ലേ. 3⁻k + 1 - 1 2 ഇതല്ലേ ആൻസർ കിട്ടേണ്ടത്. നോക്കിയേ,
അല്ലേ? അപ്പം എന്ത് പറയാ? implies p of k plus 1 is true. Hence p of n is true for all natural number n. അടുത്ത നാലാമത്തെ പ്രോബ്ലം. Prove by the principle of mathematical induction that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. Say 2014 ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണത്. 1 by 2 plus 1 by 4 plus 1 by 8 plus etc. 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. p of n കൊടുക്കുക, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് p of n എന്ന് പേര് കൊടുത്തുതാ അല്ലേ? p of n എന്ന് പറയുന്നത് 1 by 2 plus 1 by 4 plus etc. 1 by 2 raised to n, that is 1 minus 1 by 2 raised to n. then n ന് 1 കൊടുക്കുക, p of 1. അപ്പോൾ എത്ര ടേം വരും? ഒറ്റ ടേം. 1 by 2 ഈക്വൽ ടു റൈറ്റ് സൈഡ് n ന് 1 കൊടുക്കുക, 1 minus 1 by 2 വരും. ഒന്നിൽ നിന്ന് ഹാഫ് കുറച്ചാൽ എന്താ വരിക? ഹാഫ് തന്നെയല്ലേ? therefore half equal to half, which is 2. assume that p of k is 2. that is p of k എന്ന് പറയുന്ന n ന് k കൊടുക്കുക, 1 by 2 plus 1 by 4 plus etc. 1 by 2 raised to k equal to 1 minus 1 by 2 raised to k. നമ്മൾ assume ചെയ്തു ആ റിസൾട്ട് p of k true ആണ് നമ്മൾ assume ചെയ്തു. ഇനി to prove that p of k plus 1 is true എന്ന് തെളിയിക്കണം. for that we consider left side. p of k plus 1 എന്ന് പറയുന്നത് k ക്ക് പകരം റീപ്ലേസ് ചെയ്യുക, k plus 1 ആക്കുക, 1 by 2 plus 1 by 4 plus etc. 1 by 2 raised to k എന്നുള്ള ടേം വേണമല്ലോ, കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടേം ആണ് k plus 1ൻ്റെ. അപ്പോൾ അത് അത്രയും ടേം ഞാൻ എഴുതിയിട്ടുണ്ട്. 2 raised to k വരെ പ്ലസ് 1 by ഏത് ടേമും കൂടെ വരും? 2 raised to k plus 1 കൂടെ വരും. ഇത്രയും ടേംസിൻ്റെ സമ്മ് നമുക്ക് ആൾറെഡി അറിയാം. എന്താണ്? അത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 1 minus 1 by 2 raised to 1 minus 1 by 2 raised to k പ്ലസ് 1 by 2 raised to k plus 1. കിട്ടേണ്ട ആൻസർ നിങ്ങളെ മനസ്സിൽ വേണം. എന്തായിരിക്കും കിട്ടേണ്ടത്? കിട്ടേണ്ട ആൻസർ ഇതാണ് p of k ൻ്റെ റൈറ്റ്. 1 minus 1 by 2 raised to k ക്ക് പകരം എന്തായിരിക്കണം? അതാണ് കിട്ടേണ്ടത്. 1 minus 1 by 2 raised to k plus 1 കിട്ടണം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മൾ ഇതുവരെ എത്തി. 1 minus 1 by 2 raised to k plus 1 by 2 raised to k plus 1 ആയി. ഇനി മനസ്സിലാക്കുക, ഈ ടേം അതുപോലെ തന്നെ എഴുതി. 1 മൈനസ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് മൈനസ് 1 by 2 raised to k പ്ലസ് 1 by 2 raised to k plus 1 എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായി മാറി? 1 by 2 raised to k into 2 അല്ലേ? 2 raised to k into 2 ആണ് 2 raised to k plus 1. നേരത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു ആദ്യം. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിലൊരു 1 by 2 raised to k ഉണ്ട്, ഇതിലൊരു 1 by 2 raised to k ഉണ്ട്. അത് പുറത്തെടുക്കണം. ഇത് 1 മൈനസ് അതുപോലെ തന്നെ എഴുതുക. 1 മൈനസ് അതുപോലെ തന്നെ അതിന് എടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അതുപോലെ എഴുതി. ഇതിന്ന് രണ്ടിനും കൂടെ നമുക്ക് ഏത് പുറത്തെടുക്കാം? 1 by 2 raised to k എടുത്തു. അപ്പം പിന്നെ ഇവിടെ 1 ബാക്കിയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ഇടണം. ഓക്കെ, പ്ലസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇടേണ്ട ആവശ്യമല്ല, കാരണം ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ ഇത് കിട്ടണ്ടേ? മൈനസ് 1 by 2 raised to k കിട്ടണ്ടേ? മൈനസ് 1 by 2 raised to k പുറത്തെടുത്താൽ ഇവിടെ 1 വരുള്ളൂ. 1. നെക്സ്റ്റ് ടേം 1 by 2 raised to k എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ 1 by 2 raised to k into 2 എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വൽ ആണ്? 1 by 2 raised to k into 1 by 2 ഈക്വൽ ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് 1 by 2 raised to k എന്ന് പറഞ്ഞാൽ k into 2 എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വൽ ആണ്? 1 by 2 raised to k into 1 by 2 ഈക്വൽ ആണ്. മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ, ന്യൂമറേറ്റർ ഗുണിച്ചാൽ 1, ഡിനോമിനേറ്റർ ഗുണിച്ചാൽ 2 raised to k into 2 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 1 by 2 raised to k പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക? 1 by 2 ആണ് അവിടെ ബാക്കി വരിക. പക്ഷേ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവണ്ട, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. therefore ഇവിടെ എന്തെടുക്കണം? മൈനസ് 1 by 2 എടുക്കണം. therefore 1 minus 1 by 2 raised to k ഇത് സിംപ്ലിഫൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 minus 1 by 2, that is 1 by 2. therefore ഇതെന്തായി മാറി? 1 minus 1 by 2 raised to k into 1 by 2. എങ്ങനെയാണ് 1 by 2 raised to k into 1 by 2? രണ്ട് റാഷണൽ നമ്പേഴ്സ് ഗുണിക്കുക. എങ്ങനെ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 1 into 1 1 minus 1 into 1 1
2 raised to k into 2, 2 raised to k plus 1. അല്ലേ? അതന്നെയല്ലേ ആൻസർ കിട്ടേണ്ടത്? നോക്കിയേ. That implies p of k plus 1 is 2. Hence p of n is true for all natural number n. Okay, clear?